ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ ഒരു പ്രധാന കണ്ടുപിടുത്തമായ ലാർജ് ലാംഗ്വേജ് മോഡൽസ് LLM-കൾ എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ LLM-കൾ എന്നാൽ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഭാഷ മനസ്സിലാക്കാനും സംസാരിക്കാനും എഴുതാനും കഴിവുള്ള വളരെ വികസിതമായ AI സിസ്റ്റങ്ങളാണ്. AI-യുടെ ഈ ആധുനിക രൂപം നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സാങ്കേതിക വിദ്യയിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇവയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്ക് തുടർന്നുള്ള സ്ലൈഡുകളിൽ കൂടുതൽ വ്യക്തമാകും. അടുത്തതായി ലാർജ് ലാംഗ്വേജ് മോഡലുകളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്ന് പറയുന്നത് വലിയ അളവിലുള്ള ടെക്സ്റ്റ് ഡാറ്റ ഉപയോഗിച്ച് പരിശീലിപ്പിച്ചെടുക്കുന്ന ഡീപ് ലേണിംഗ് മോഡലുകളാണ്. ഈ സിസ്റ്റങ്ങൾക്ക് ബില്യൺ കണക്കിന് പാരാമീറ്ററുകൾ ഉണ്ട്. ഈ പാരാമീറ്ററുകൾ ഓരോ വാക്കിന്റെയും അർത്ഥം, വ്യാകരണ ഘടന, വാക്യത്തിലെ അതിന്റെ സ്ഥാനം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഒരു പുതിയ ടെക്സ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നും ഈ പാരാമീറ്ററുകൾ മോഡലിനെ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ ഭാഷ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനുമുള്ള ഇവയുടെ കഴിവ് ഈ പാരാമീറ്ററുകളാണ് സാധ്യമാക്കുന്നത്. ഇനി നമ്മൾ വിവിധ തരം ലാർജ് ലാംഗ്വേജ് മോഡലുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ പ്രധാനമായും 3 തരം ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഉണ്ട്: എൻകോഡർ ഡീകോഡർ മോഡലുകൾ, ഡീകോഡർ ഓൺലി മോഡലുകൾ, പിന്നെ എൻകോഡർ ഓൺലി മോഡലുകൾ. എൻകോഡർ ഡീകോഡർ മോഡലുകൾ ഇൻപുട്ട് ടെക്സ്റ്റ് മനസ്സിലാക്കുകയും എൻകോഡർ അതിനനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കുകയും ഡീകോഡർ ചെയ്യുന്നു. വിവർത്തനത്തിനും സംഗ്രഹിക്കലിനും ഇവ അനുയോജ്യമാണ്. ഉദാഹരണമായി ഗൂഗിൾ NMD പോലുള്ളവ. ഡീകോഡർ ഓൺലി മോഡലുകൾ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നതിൽ മിടുക്കരാണ്. ChatGPT, ലാമ പോലുള്ള മോഡലുകൾ ഇതിന് ഉദാഹരണമാണ്. ഇവ ഒരു ചോദ്യത്തിൽ നിന്ന് പുതിയ വാക്കുകൾ ഉണ്ടാക്കി ഉത്തരങ്ങൾ നൽകുന്നു. അവസാനമായി എൻകോഡർ ഓൺലി മോഡലുകൾ ഇൻപുട്ട് ടെക്സ്റ്റ് നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. BERT പോലുള്ളവ വിവരങ്ങൾ തരംതിരിക്കാനും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഉപയോഗിക്കുന്നു. ഓരോന്നിനും അതിന്റേതായ ഉപയോഗങ്ങളുണ്ട്. ഒരു ചോദ്യം ലാർജ് ലാംഗ്വേജ് മോഡലിലൂടെ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് എന്ന് ഈ സ്ലൈഡിലെ ഫ്ലോചാർട്ട് വിശദീകരിക്കുന്നു. നമ്മൾ ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം അത് ആ ടെക്സ്റ്റിനെ ടോക്കണുകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഭാഗങ്ങളായി തിരിക്കുന്നു. പിന്നീട് ഈ ടോക്കണുകൾ എംബെഡിംഗുകൾ ആയി മാറുന്നു, അതായത് അർത്ഥത്തെ പ്രതിനിധീകരിക്കുന്ന സംഖ്യകളായി. അടുത്ത ഘട്ടത്തിൽ അറ്റൻഷൻ ലെയറുകൾ വഴി ഇൻപുട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ മോഡൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിനുശേഷം മോഡൽ ഈ വിവരങ്ങൾ ഘട്ടം ഘട്ടമായി പ്രോസസ് ചെയ്യുന്നു, ഒരു സമയം ഒരു വാക്ക് എന്ന നിലയിൽ പ്രവചിച്ച് ഒരു മറുപടി രൂപപ്പെടുത്തുന്നു. അവസാനമായി മോഡൽ അതിന്റെ ഔട്ട്പുട്ട് മനുഷ്യർക്ക് വായിക്കാൻ കഴിയുന്ന ടെക്സ്റ്റാക്കി മാറ്റുന്നു. ഈ മുഴുവൻ പ്രക്രിയയും വളരെ വേഗത്തിൽ, നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് നടക്കുന്നത്. ലാർജ് ലാംഗ്വേജ് മോഡലുകളുടെ അടിസ്ഥാനമായ ട്രാൻസ്ഫോർമേഴ്സ് ആർക്കിടെക്ചറിനെക്കുറിച്ചാണ് ഈ സ്ലൈഡ്. 2017 അവതരിപ്പിച്ച ഈ മോഡൽ AI ഭാഷയെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ട്രാൻസ്ഫോർമേഴ്സ് ആർക്കിടെക്ചറിന്റെ പ്രധാന ഭാഗം സെൽഫ് അറ്റൻഷൻ ആണ്. ഒരു വാക്യത്തിലെ ഒരു വാക്ക് മറ്റു വാക്കുകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് മോഡലിനെ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, പൂച്ച മരത്തിൽ കയറി, അത് അവിടെ ഇരുന്നു എന്ന വാക്യത്തിൽ അത് എന്നത് പൂച്ചയാണെന്ന് മനസ്സിലാക്കാൻ സെൽഫ് അറ്റൻഷൻ സഹായിക്കും. കൂടാതെ മൾട്ടിഹെഡ് അറ്റൻഷൻ എന്ന സവിശേഷത മോഡലിന് ഒരേ സമയം പല കാഴ്ചപ്പാടുകളിൽ നിന്ന് ഇൻപുട്ട് നോക്കാൻ സാധിക്കുന്നു. ഈ ലെയറുകൾ ഒന്നിച്ചു പ്രവർത്തിച്ച് മോഡലിന് വളരെ വിശദമായ വിവരങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇൻപുട്ട് ഒരുമിച്ച് പ്രോസസ് ചെയ്യാനുള്ള ട്രാൻസ്ഫോർമേഴ്സുകളുടെ കഴിവ് അവയെ വേഗത്തിലും ഫലപ്രദവുമാക്കുന്നു. നമ്മൾ AI സിസ്റ്റങ്ങളോട് കൃത്യമായ മറുപടികൾ ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ AI സിസ്റ്റങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ, ഇൻപുട്സ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണിത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമല്ലെങ്കിൽ AI ഒരുപക്ഷേ ശരിയായ ഉത്തരം നൽകില്ല, എന്നാൽ വ്യക്തമായ ഒരു പ്രോംപ്റ്റ് നൽകുകയാണെങ്കിൽ കൃത്യമായ ഒരു ഫലം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രോംപ്റ്റുകൾ കൂടുതൽ ഫലപ്രദമാക്കാൻ കുറച്ച് പശ്ചാത്തല വിവരങ്ങൾ ചേർക്കുക, ഏതെങ്കിലും പരിമിതികളോ നിർദ്ദേശങ്ങളോ വ്യക്തമാക്കുക. ഇത് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് പോലെയാണ്. നിങ്ങൾ എത്രത്തോളം വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുവോ അത്രയും മികച്ച ഫലം ലഭിക്കും.
ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിന്റെ ഒരു പ്രത്യേക മേഖലയിലെ പ്രകടനം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫൈൻ ട്യൂണിംഗ്. ഈ സ്ലൈഡിൽ ഇതിന്റെ ഘട്ടങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ആ മേഖലയുമായി ബന്ധപ്പെട്ട ഉയർന്ന നിലവാരമുള്ള ഡാറ്റയിൽ മോഡലിനെ വീണ്ടും പരിശീലിപ്പിച്ചാണ് ഇത് ചെയ്യുന്നത്. സാധാരണ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ പലതരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, ഫൈൻ ട്യൂൺ ചെയ്ത മോഡലുകൾ പ്രത്യേക വാക്കുകളും ജോലികളും കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും. ഇതിന്റെ നടപടിക്രമങ്ങൾ ഇതാണ്. ആദ്യം, നിങ്ങൾക്ക് താൽപ്പര്യമുള്ള പ്രത്യേക മേഖലയിൽ നിന്ന് ഉയർന്ന നിലവാരമുള്ള ഡാറ്റ ശേഖരിക്കണം. ഈ ഡാറ്റ മോഡൽ ചെയ്യാനുദ്ദേശിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അടുത്തതായി, ഈ ഡാറ്റയിൽ മോഡലിനെ കൂടുതൽ പരിശീലിപ്പിക്കണം. പരിശീലനം കഴിഞ്ഞിട്ട് മോഡലിന്റെ ഫലങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കണം. ഇതിനെയാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. മോഡൽ വാലിഡേറ്റ് ആയിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ തയ്യാറായി. AI പ്രതികരണങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് RAG റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ. ഈ സ്ലൈഡിലെ ഡയഗ്രം ഇതിന്റെ പ്രവർത്തനം വ്യക്തമാക്കുന്നു. AIയുടെ നിലവിലുള്ള അറിവിനോടൊപ്പം പുറത്തുനിന്നുള്ള ഡാറ്റ കൂട്ടിച്ചേർത്താണ് ഇത് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സിസ്റ്റം ആദ്യം ഇൻഡെക്സ് ചെയ്ത ഡോക്യുമെന്റുകളുടെ ഒരു ശേഖരം പരിശോധിക്കും. പിന്നീട് ലഭിക്കുന്ന പ്രസക്തമായ വിവരങ്ങൾ ഉപയോഗിച്ച് AI ഒരു മറുപടി രൂപപ്പെടുത്തും. ഈ രീതി പുതിയതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയ്ക്ക് അനുയോജ്യമായതോ ആയ വിഷയങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. എല്ലാ തവണയും പുതിയ വിവരങ്ങൾ ചേർക്കുമ്പോൾ മുഴുവൻ AI മോഡലിനെയും വീണ്ടും പരിശീലിപ്പിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഇത് ഒഴിവാക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്നത് യന്ത്രങ്ങൾ ഭാഷയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ പുതിയ ഭാഷ സൃഷ്ടിക്കുന്നു എന്നതിനെ മാറ്റിയെഴുതിയ വളരെ പുരോഗമിച്ച ടൂളുകളാണ്. ഈ വീഡിയോയിൽ നമ്മൾ അവയുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, പ്രോംപ്റ്റുകൾ എങ്ങനെയാണ് അവയുടെ പ്രതികരണങ്ങളെ സ്വാധീനിക്കുന്നത്, കൂടാതെ ഫൈൻ ട്യൂണിംഗ്, RAG പോലുള്ള രീതികൾ ഉപയോഗിച്ച് എങ്ങനെയാണ് അവയെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കാനും മെച്ചപ്പെടുത്താനും കഴിയുന്നതെന്നും വിശദീകരിച്ചു. AIയിൽ താൽപ്പര്യമുള്ളവർക്കും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ നൽകിയിരിക്കുന്ന ആശയങ്ങൾ കൂടുതൽ പഠിക്കാനും പരീക്ഷിച്ചു നോക്കാനും ഒരു പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നന്ദി. ഈ വീഡിയോ നിർമ്മിച്ചത് ലെക്റ്റിഫൈ ഉപയോഗിച്ചാണ്. ലെക്റ്റിഫൈ എന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളെയും സ്റ്റഡി മെറ്റീരിയൽസിനെയും വീഡിയോകളാക്കി മാറ്റുന്ന ഒരു ടൂളാണ്. പഠനം വെറും കാണാപ്പാഠം പഠിക്കലല്ല, അതൊരു പുതിയ ലോകത്തിലേക്ക് തുറക്കലാണ്. ഭാഷയുടെ അതിരുകളോ വലിയ വാക്കുകളോ അതിനൊരു തടസ്സമാകരുതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാര്യം സിമ്പിളാണ്. സ്വന്തം ഭാഷയിൽ പഠിക്കുമ്പോൾ എളുപ്പത്തിൽ തലയിൽ കയറും. അതുകൊണ്ടാണ് ലെക്റ്റിഫൈയിൽ ഞങ്ങൾ നിങ്ങളുടെ പഠന സാമഗ്രികൾ മാതൃഭാഷയിൽ തന്നെ റെഡിയാക്കുന്നത്. ഓരോ കുട്ടിക്കും അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ പഠിക്കാൻ അവസരം ലഭിക്കണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ, ഇതുപോലെ കൂടുതൽ വിഷയങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. www.lectify.in